ആൻറ്റി സ്പോർട്സിൻ്റെ VS450L എന്ന PSUവും അതേപോലെ ഇൻ്റലിൻ്റെ 4th ജനറേഷൻ പ്രോസസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്ന H81 മദർ ബോർഡും സെബ്രോണിക്സിൻ്റെ H81 എന്ന് പറയുന്ന മോഡലാണ്. അതേപോലെ WD ഗ്രീൻ്റെ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 500GB NVMe SSDയുമാണ് ഞാൻ എൻ്റെ PCയിൽ കൊടുത്തിട്ടുള്ളത്. പ്രോസസ്സറിനെ തണുപ്പിക്കാനായി ആൻറ്റി സ്പോർട്സിൻ്റെ ICE200 എന്ന് പറയുന്ന പ്രോസസ്സർ കൂളിംഗ് ഫാനും കൺസിസ്റ്റൻ്റ് എന്ന ബ്രാൻഡിൻ്റെ 8GB RAM 2 വാങ്ങി 16GB ആക്കി ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നൊരു കാര്യം, ഈ മദർ ബോർഡ് DDR3 റാമുകൾ മാത്രമേ സപ്പോർട്ട് ആവുകയുള്ളൂ. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് 2014 പുറത്തിറങ്ങിയ ഇൻ്റലിൻ്റെ തന്നെ i7-4790 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇത് 4 കോറുകളും 8 ത്രെഡുകളും ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ്ങിനൊക്കെ വളരെ നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് സെബ്രോണിക്സിൻ്റെ ZCM എന്ന് പറയുന്ന ക്യാബിനറ്റാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രശ്നക്കാരനായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണിത്, RX 570. ഞാനിത് ഓൺലൈൻ സൈറ്റിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ഇവനൊരു ഓവർ ക്ലോക്ക്ഡ് ഗ്രാഫിക്സ് കാർഡാണ്. ആ സൈറ്റിൽ ഇങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഓവർ ക്ലോക്ക് എന്നുള്ളത് ആ സൈറ്റിൽ ഇല്ലായിരുന്നു. കമ്പനി കൊടുത്തിട്ടുള്ള സ്പീഡ് ഓവർ ക്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവന് കൂടുതൽ പവറും ആവശ്യമായിട്ട് വരും. മിനിമം സിസ്റ്റം റിക്വയർമെൻ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് 500 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആണ്. നമ്മുടെ കയ്യിലുള്ളതാവട്ടെ 450 വാട്ട്സിൻ്റെ പവർ സപ്ലൈ. ഈ 450 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ 450 വാട്ട്സും കിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 420 വാട്ട്സ് വരെ കിട്ടിയാലായി. അതുകൊണ്ട് തന്നെ ഈ കാർഡ് കണക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഓഫായി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഒടുവിൽ നിഗമനത്തിലെത്തുമ്പോൾ PSU തന്നെയാണ് വില്ലൻ. അപ്പോൾ നമുക്ക് അവനെ മാറ്റി ഒരു 600 വാട്ട്സിൻ്റെ PSU ഒക്കെ ഫിറ്റ് ചെയ്ത് കാർഡ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.